അപ്പോൾ ഡേ 3ലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ യാത്ര ഈ പടക്കൂറ്റൻ ലോറിയിലാണ്. ഞങ്ങളാണ് നമ്മുടെ പരിപാടിയുടെ ഒരു ബാനർ ഇതിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ടാറ്റയുടെ എല്ലാ കമ്പനികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് റൈറ്റ് ടോപ്പിൽ തന്നെ നമ്മുടെ കമ്പനിയുടെ പേരുണ്ട് TCS. കാണുന്ന കമ്പനികളിൽ നിന്നെല്ലാം ആൾക്കാരെ അസംബിൾ ചെയ്തിട്ടാണ് ഒരു ടീം ഫോം ചെയ്തിരിക്കുന്നത്. TCS ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. ഡ്രൈവർ ഏട്ടൻ വരാൻ വൈകിയോണ്ട് ഞാൻ കുറച്ച് നേരം ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിപ്പുണ്ട്. എനിക്കിതിൻ്റെ AK മൂക്കെ അറിയത്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി കയറി ഇരിക്കാമല്ലോ. സാധാ കാർ ഓടിക്കുന്നതിലുള്ളായിരിക്കും അല്ലേ എന്ന് വിചാരിക്കാം. കാണുന്ന ലോറിയിൽ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഭായിമാരവിടെ നമ്മുടെ ട്രങ്ക് വെട്ടികളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ട്രക്ക് ഫുൾ സെറ്റാണ്, ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ എന്താ ഒരു സുഖം, ഇങ്ങനെ കാലും കയറ്റി വെച്ച് കാലും നീട്ടി ഇങ്ങനെ ഇരിക്കുക ലോറിയിൽ. ലൈഫ് തന്നെ. നമ്മളിപ്പോൾ പോകുന്നത് മുണ്ടേരി പ്രീ മെട്രിക് ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നമ്മൾ നിർത്തിച്ചു. അപ്പോൾ അവിടുന്ന് കണ്ട കാഴ്ചയാണ്. ദൂരെയായിട്ട് കുറച്ച് മലനിരകൾ കാണാം നമുക്ക്. ഈ ജംഗ്ഷനിൽ ഒരു 3/4 മണിക്കൂറോളം നല്ല പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാഴ്ചയൊക്കെ കണ്ടിരുന്നതുകൊണ്ട് പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. എല്ലാ ട്രക്കും കൂടെ അവിടെ പോയി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഹോൾട്ട് അടിച്ചിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ കൗതുകരമായിട്ടുള്ള കാഴ്ച കണ്ടത്. ഞാൻ ഓർക്കണില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. അതായത് ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ലോട്ടറി ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കുന്ന ഒരു ചെറിയ സീറ്റ്. കുറച്ച് നേരം ചേട്ടനോട് സംസാരിച്ചിരുന്നു. ചേട്ടൻ ലോറിൽ എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ നേരം നമ്മൾ നമ്മുടെ ലോട്ടച്ചേട്ടൻ്റെ അടുത്ത് കത്തി അടിച്ചിരുന്നത്. അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മുണ്ടേരി പ്രീ മെട്രിക് ഹോസ്റ്റൽ. നമ്മൾ വന്നപ്പോഴേക്കും ഓൾറെഡി ഒരുപാട് ലേറ്റായി. സുബു സാറും തൃപ്തിയും ബാക്കി ടീമെല്ലാം വളരെ നേരത്തെ എത്തിയിരുന്നു. ആൾക്കാരൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ റൗണ്ട് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാക്കി പ്രൊസീജർ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡെമോയ്ക്കുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സാധനങ്ങളും ഓരോ യൂണിറ്റ് ഇറക്കി കഴിഞ്ഞ് നമുക്ക് ഡെമോ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവസാനം നമ്മുടെ 5 വണ്ടിയും വന്നു. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെമോ സ്റ്റാർട്ട് ചെയ്യാം. മുണ്ടേരി പഞ്ചായത്തിലെ കോളനികൾക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഇന്നത്തേക്കുള്ള മുഴുവൻ ആൾക്കാരും വന്ന് കൂടിയിട്ടുണ്ട്. സുബു സാർ പയ്യെ ഡെമോ സെഷൻ തുടങ്ങി. നാട്ടിൽ സംഭവിച്ച മഴക്കെടുതിയെ പറ്റിയും അല്ല അതിനുശേഷം നമുക്ക് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. കുറേ നാട്ട് എടുത്ത് നമ്മൾ അതിൻ്റെ യൂസേജ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ വിസിൽ വന്നപ്പോൾ സുബു സാർ അവിടെ നിന്നൊരു കുട്ടിയെ മുമ്പോട്ട് വിളിച്ച് കുട്ടിയെ കൊണ്ട് വിസിൽ ഉദിപ്പിച്ച് സാറിൻ്റെ സീറിൻ്റെ നമ്പർ. അടുത്തായിട്ട് പുകയില്ലാത്ത അടുപ്പിൻ്റെ ഡെമോസേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അതിനുള്ള സ്ക്രൂ ഡ്രൈവറും സ്ക്രൂവും എല്ലാം അതിനകത്തുണ്ട്. യേശുദാസേട്ടൻ എന്താ സ്ക്രൂ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. സിമ്പിൾ പരിപാടിയാണ്, ആർക്ക് വേണമെങ്കിലും സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ പയ്യെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പരിപാടി മൊത്തത്തിൽ ഒതുക്കി. അപ്പോൾ ഇനി നമുക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അവിടെ തൃപ്തി ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ സെറ്റ് നമുക്ക് നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ് തുടങ്ങാം. ആദ്യം തന്നെ വൈത്തിരി താലൂക്കിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ മുണ്ടേരിപ്പൊയിൽ എന്ന് പറഞ്ഞ കോളനിയാണ് ഫസ്റ്റ് എടുക്കുന്നത്. നമ്മളിത് 2 ടീമായിട്ട് സ്പ്ലിറ്റായി. കാരണം 10ഓളം കോളനികളുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ രാജീവേട്ടനും അക്ഷയും ക്രിസ്റ്റിയും ഒരു ടീം, ഇവിടെ ഞാനും തൃപ്തിയും ടീം. അവരാണെങ്കിൽ 2 ടീമിലും കോമൺ ആയിട്ട് നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കും, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ഇച്ചിരി ഫുൾ ശക്തി എടുത്താട്ടോ കൈമുദ്ര പതിപ്പിക്കുന്നത്. എങ്ങാനും ശരിക്കും പതിനില്ലെങ്കിൽ കിറ്റ് എങ്ങാനും കിട്ടിയില്ലെങ്കിലും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ കിറ്റ് അവരുടെ വീട്ടിൽ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി ആൾക്കാരെല്ലാം വരിവരിയായിട്ട് വന്ന് നിൽപ്പുണ്ട് അവരുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി. തൃപ്തിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇവരോടെല്ലാം സംസാരിക്കുന്നത് ഞാനാണ്. കൂപ്പണിൽ അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലും ഒപ്പ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇവരോട് ചേട്ടാ ചേച്ചി ഒന്ന് ഒപ്പിട്ട് തരൂ അങ്ങനെയൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തൃപ്തിയും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിഗ്നേച്ചറിൻ്റെ മലയാളമാണ് ഒപ്പ്. അടുത്തായിട്ട് വന്ന വേറൊരു വള്ളിയാണ്. ചില ചേട്ടന്മാർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. അതായത് അവരുടെ പേര് ഇതിനകത്ത് വെരിഫിക്കേഷൻ ലിസ്റ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് കൂപ്പണും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പുതുതായിട്ടൊരു കൂപ്പൺ ഉണ്ടാക്കി. ഒരു പേപ്പർ കയറിയിട്ട് ഈ കൂപ്പണിൻ്റെ അതേ ഫോർമാറ്റിൽ നമ്മൾ എഴുതി, തൃപ്തിയാണ് എഴുതിയത്, തൃപ്തി എഴുതി ഒരു കൂപ്പൺ ഉണ്ടാക്കി. അതിനുശേഷം സുബു സാർ സ്പോട്ടിൽ തന്നെ വെരിഫിക്കേഷൻ നടത്തി. അതായത് അവരുടെ ഫോട്ടോ എടുത്ത് ഒരു ഗവൺമെൻറ് ID പ്രൂഫ് വെച്ചൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ അവർക്ക് കൂപ്പൺ ഇഷ്യൂ ചെയ്യാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് വരുന്ന ഏതെങ്കിലും കിറ്റ് അവരുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. തൃപ്തിയാണ് എൻ്റെ കുറച്ച് മലയാളം പഠിച്ച് അവരുടെ അടുത്ത് ഇറക്കി കുറച്ച് ഷൈൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ മൊത്തം പാളിപ്പോവുക. കാരണം ഒപ്പിന് വരെ ഉപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഒന്ന് ഉപ്പിടുവോ, ഉപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതിയുണ്ടാക്കി. ഇതിൽ ഇന്നത്തെ ടോട്ടൽ 10 കോളനികളുടെ പേരുണ്ട്. അപ്പോൾ ഓരോ കോളനിയിൽ ഇനി എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇത്. അതിൽ 2 കോളനികൾ മുണ്ടേരി പൊയ്കലും എടകുനിയും മാത്രമേ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയുള്ളൂ. മുണ്ടേരി പൊയ്കലിനാണെങ്കിൽ ഒരാൾ വന്നിട്ടില്ല, പകരം വേറെ ആളെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ അത് കംപ്ലീറ്റ് ആയി. ഈ കോളനികളെല്ലാം പെൻഡിങ് ആണ്. അതായത് അവിടുത്തെ ആൾക്കാർ ഇനിയും വരാനുണ്ട്. ഓരോ കോളനിക്ക് നമ്മൾ ഒരു നമ്പർ വെച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കോളനിയിലെ എല്ലാ കൂപ്പൺ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും വന്നു. ഏകദേശം 95% ഇന്നത്തെ കഴിഞ്ഞു. ഇനി ആകെ ഒരു കോളനി പഴന്തട്ടിൽ നിന്ന് ഒരാൾ മാത്രമുള്ള ആൾക്ക് വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് മൊത്തം വെരിഫൈ ചെയ്ത് ഇതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി നേരെ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നേരെ ലോറി കയറി. ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഇതിൽ ഓരോ കോളനിയിലെയും ബെനിഫിഷ്യറീസിന്റെ പേരുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ അവരുടെ വീടുകളിൽ കൊണ്ടത് ഡെലിവറി ചെയ്യാം. അങ്ങോട്ടുള്ള വഴി അറിയാത്തതുകൊണ്ട് ഓരോ കോളനിയിലെ ST പ്രൊമോട്ടർമാരെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പ്രൊമോട്ടർ ചേച്ചിമാർ 2 പേരും ഫ്രണ്ടിൽ കയറി ഇരുന്നുകൊണ്ട് നമ്മളെന്തായാലും ഔട്ടായി. ഞാനങ്ങനെ നമ്മുടെ ട്രക്കിന്റെ ബാക്കിൽ കയറി. കൂടെ നമ്മുടെ പേരറിയാത്ത ബായി ഉണ്ട്. ബായിന് വൈബടിച്ചിരിക്കുകയാണ്. ഇടയ്ക്കകത്താണ് നിറച്ച് സാധനങ്ങളാണ്. ട്രങ്ക് പെട്ടിയും മേശയും കസേരയും അങ്ങനെ ട്രക്ക് നിറച്ച സാധനങ്ങളാണ്. നിൽക്കാനായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയതിന്റെ ഭാഗ്യം. അവസാനം നമ്മൾ ഫസ്റ്റ് കോളനിയിലെത്തി. 2 കോളനികളിലേക്കുള്ള സാധനം 3 ട്രക്കുകളായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭായിമാരും ഡ്രൈവർ ചേട്ടന്മാരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. കുറച്ച് ക്വിക്ക് കാൽക്കുലേഷന് ശേഷം ഈ ചെറിയ മിനി ട്രക്കിലായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അടുത്ത കോളനിയിലേക്ക് പറഞ്ഞു വിട്ടു.
അപ്പോൾ നോക്കുമ്പോഴാണ് ഇനോവയെ നിറച്ച് നമ്മുടെ പടം മൊത്തം വന്നിട്ടുണ്ട്. അഭയും ക്രിസ്റ്റിയും രാജീവേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരോട് ചേർന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. നോക്കുമ്പോൾ ഒരു പയ്യൻ കോട്ടൊക്കെ ഇട്ട് മതിലുമേ കയറിയിരിക്കും. ഇവന്റെ വീടാണെന്ന് തോന്നി കാണുന്നത്. എന്തായാലും ഇവിടെ ഒരു 5-6 ഫാമിലീസ് ഉണ്ട്. ഇവിടെ എന്തായാലും കുറച്ച് കിറ്റ് ഇറക്കി വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ക്രിസ്റ്റി ഇതേ ലിസ്റ്റൊക്കെ എടുത്ത് എല്ലാവരുടെ പേരും ആധാർ നമ്പറൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ വീടുകളിലേക്ക് കട്ടിലാണ് ഇറക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം 4 മണിയായി. അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം. ഇതിനാ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും നീല കളർ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഈ കട്ടിലിറക്കുന്നത് എന്തിനാ ഒന്നും അവർക്കറിയില്ലോ. എന്തായാലും അവിടുത്തെ ഒരു ചേട്ടൻ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആള് അകത്തോട്ടുള്ള വീടുകളിലേക്കുള്ള എല്ലാ കട്ടിലും പുള്ളിയിൽ നിന്ന് എടുത്ത് അകത്തോട്ട് കൊണ്ട് വെക്കുന്നുണ്ട്. മറ്റ് സാധനങ്ങൾ നമ്മൾ നേരത്തെ വന്ന ട്രിപ്പിൽ നമ്മളിവിടെ ഇറക്കിയായിരുന്നു. ഓരോ വീട്ടിലും 4 ഐറ്റംസ് വെച്ച് ഇറക്കി വെക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഈ കോളനിയിലെ വീടുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് റിവേഴ്സ് എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഈ കട്ടിലും കൊണ്ടുള്ള ട്രക്ക് വരാൻ വേണ്ടി കുറേ ലേറ്റ് ആയി. കാരണം ഏഷ്യാസേട്ടനൊക്കെ ഒരു വട്ടം വഴി തെറ്റിയായിരുന്നു. ഗൂഗിൾ മാപ്പ് ചോദിച്ചെന്ന് അവർ പറയുന്നത് കുറേ വട്ടം വഴി തെറ്റി കറങ്ങിയാണ് അവസരം നമ്മുടെ സ്പോട്ടിൽ എത്തിയത്. ഇനിയിപ്പോൾ 2 കോളനി കൂടെ നമുക്ക് സാധനങ്ങൾ ഡെലിവറി ഉണ്ട്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞ പ്രകാരം ഈ കോളനി ഇറക്കി വെക്കാനുള്ള മുഴുവൻ സാധനങ്ങൾ ഇവിടെ ഞാൻ ഇറക്കി വെച്ചു. എന്നിട്ട് അവരത് ബാക്കി എന്താണെന്ന് വെച്ചാൽ വെരിഫൈ ചെയ്ത് കൊടുത്തോളും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഡെലിവറി തീർത്തുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ സമയം കുറേ വൈകി. അതുകൊണ്ട് അവിടേക്കുള്ള സാധനം മൊത്തം അവിടെ ഇറക്കി വെച്ചിട്ട് ബാക്കി ലോഡും കൊണ്ട് ഞാൻ അടുത്ത കോളനിയിലോട്ട് പോവാം. തൊട്ടടുത്താണ് കോളനി എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പ്രൊമോട്ടർ ചേച്ചിയാണ് കൂടെ ഇല്ല. കാരണം ചേച്ചി അവിടെ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് കുറേ ഭായിമാർ മാത്രമേ എൻ്റെ കൂടെ, വേറെ വോളണ്ടിയേഴ്സ് ആരും എൻ്റെ കൂടെ ഒപ്പം ഇല്ല. ഭായിമാരൊക്കെ പണി തീരാൻ പോകുന്ന സന്തോഷത്തിൽ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കാൻ തോന്നുന്നു. കോളനി എവിടെയാണെന്ന് പോലും അറിയില്ല. തൊട്ടടുത്താന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു. പ്രൊമോട്ടർ ചേച്ചി വേഗം വരാനാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ലിസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. കുറേ മേശ ഉള്ളതുകൊണ്ട് ഈ മേശയിൽ എവിടെയെങ്കിലും വെക്കാലോ ലിസ്റ്റ്. അപ്പോൾ കൽപ്പറ്റ പഞ്ചായത്തിലെ കോവക്കുഞ്ഞി എന്ന് പറഞ്ഞ ട്രൈബൽ കോളനിയാണിത്. ആകെ 8 വീടുകളുള്ളൂ നമ്മുടെ ലാസ്റ്റ് കോളനിയിൽ. ആക്ച്വലി 7 ബെനിഫിഷ്യറീസ് ഉള്ളായിരുന്നു. അവസാനം ഗോപാലൻ എന്ന് പറഞ്ഞ ചേട്ടൻ എക്സ്ട്രാ ആഡ് ആയതാണ്. വളവ് കഴിഞ്ഞ് നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ ലോറി പാർക്ക് ചെയ്തു. കാരണം കോളനി കറക്റ്റ് എവിടെ ലൊക്കേഷൻ നമുക്ക് അറിയത്തില്ല. വഴിയൊന്നും കാണിക്കാൻ വേണ്ടി കോളനിക്കാരെ ആരെയും കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ പ്രൊമോട്ടർ ചേച്ചി ദൂരെ നിന്ന് പാലമൊക്കെ കയറി ഓടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സുനിത പ്രൊമോട്ടർ. വേഗം നാട്ടെ ഈ കോളനി കൂടെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ തീരും. അത് കേട്ടതും ചേച്ചിയെ കൂടുതൽ ലോറി ഫ്രണ്ടിലോട്ട് എടുത്തു. എന്തായാലും നമുക്ക് സാധനം പെട്ടെന്ന് ഇറക്കി വെക്കാം. ലോറിയിൽ അതിന് ബാക്കി 8 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. 8 പീസ് ഇങ്ങോട്ട് തന്നെ ഇറക്കി വെക്കാനുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ലിസ്റ്റ് നോക്കി ലിസ്റ്റിലുള്ള പേര് മുഴുവൻ വായിച്ചു. അപ്പോൾ അതിൽ 7 പേര് വന്നിട്ടുണ്ട്. ഗോപാലൻ ചേട്ടൻ മാത്രം മിസ്സിംഗ് ആണ്. കാരണം ഗോപാലൻ ചേട്ടൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. അത് സീനില്ല. പുള്ളിക്കുള്ള സാധനങ്ങൾ അവിടെ തന്നെ ഇറക്കി വെക്കാനാണ് ബാക്കി കോളനിക്കാർ പറഞ്ഞത്. പുള്ളിയിലുണ്ടായിരുന്ന ട്രങ്കും മേശയും കസരയെല്ലാം ഞാൻ ഇവിടെ ഇറക്കി 8 പീസ് വീതം. അതിലേക്ക് നാട്ടുകാരെല്ലാം കൂടിയായിരുന്നു. അതായത് ഈ 7 വീട്ടുകാർ മൊത്തം അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് ലിസ്റ്റ് നോക്കി എടുക്കുന്നത് ഭയങ്കര എളുപ്പമായിരുന്നു. ഈ കട്ടിലിൻ്റെ ട്രക്കുമായിട്ട് യേശുദാസേട്ടനും രാജീവേട്ടനും ബാക്കി ടീം മൊത്തം എത്തിയിട്ടുണ്ട്. അങ്ങനെ കട്ടിലൊരു 8 പീസ് അവിടെ ഇറക്കി വെച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. അവസാനം നമുക്ക് വയനാട് ഈ പച്ചപ്പൊക്കെ എന്ന് കണ്ട് പയ്യെ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം.